എത്ര പേർ സന്തോഷമായിരിക്കുന്നു? ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ ദേവവരത്തെക്കുറിച്ച്, കൃപാവരങ്ങളെക്കുറിച്ചാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. 2 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 6. 2 തിമോത്തി 1 അധ്യായം 6 വചനം. എൻ്റെ കൈവപ്പിനാൽ നിന്നിൽ ഉള്ള എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞ ഒരു വചനമാണ് ഇന്നലെ പകൽ നമ്മൾ ഒരുമിച്ച് വായിച്ചത്. ഞാൻ കൈവച്ചപ്പോൾ നിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പൗലോസ് ഒത്തിരി വയസ്സനായതിനു ശേഷം, അതുകൊണ്ട് പൗലോസ് ഫിലേമോന്റെ ലേഖനത്തിൽ അത് പറയുന്നത്, എത്ര പ്രായം ചെന്നാലും വരങ്ങളെ ഉപയോഗിക്കണം. അതെത്ര ഏജ് ചെന്നാലും വരങ്ങളെ യൂസ് ചെയ്യണം. ഇത് പൗലോസ് അവിടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. എന്നിട്ട് 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 1 കൊരിന്ത്യൻ ലേഖനം 12 അധ്യായത്തിൽ കൃപാവരങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം പരിശുദ്ധാത്മാവ് പൗലോസ് മുഖാന്തരം നമുക്കവിടെ നൽകുന്നുണ്ട്. ശ്രദ്ധേയമായ ചില വാക്യങ്ങളാണ്. 12 അധ്യായം 1 വാക്യം, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് ഇല്ലാതിരിക്കരുത് എന്ന് അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് പറഞ്ഞു. കേൾക്കുന്നില്ല? Jesus, hallelujah. Thank you, Lord Jesus. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നതാണ്. Amen. Praise God, praise God, praise God, praise God, praise God. Thank you, Lord. We praise you. Thank you, Jesus. Amen, 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 amen. Praise the Lord, praise the Lord, praise Amasha Kataraya Bakosa Takatraya Bakasi Antalaya Bakas. Thank you, Jesus, thank you, Jesus, thank you, Jesus. Oh, Jesus, hallelujah. എല്ലാവരും കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. ആവിയാനവരേ, ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ, 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 പരിശുദ്ധ ആവിയാനവരേ, 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 പരിശുദ്ധ ആവിയാനവരേ, സകരബകന ആവിയാനവരേ, ആവിയാനവരേ, പരിശുദ്ധ ആവിയാന. ഒരു നിമിഷം എളുപ്പം നിൽക്കുവാമ. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് നമ്മൾ 1-2 നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ സമയത്ത് അവർ സിസ്റ്റം സെറ്റ് ചെയ്തുകൊള്ളും. ഒരുമിച്ച് ചേർന്ന് കർത്താവിന് നന്ദി പറയാം. എங்களுக்குள்ள வாசம் செய்யும் ஆவியானவரே, இந்த நாளில் உந்த சித்தம் போல் நடத்தி செல்லுமை. കരങ്ങളെ പരലോകത്തിൻ മേലെ ഉയർത്തി, ആവിയാനവരേ, അൻപിനാവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ, 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 പരിശുദ്ധ ആവിയാനവരേ. Come on. ആവിയാനവരേ, അൻപിനാവിയാനവരേ, ബൽഖോറബഗാസിയ, പരിശുദ്ധ ആവിയാനവരേ. எப்படி நான் ஜெபிக்க வேண்டும், எதற்கான ஜெபிக்க வேண்டும், கற்றுத்தாரும் ஆவியானவரே.
எப்படி நான் ஜெபிக்க வேண்டும், எதற்கான ஜெபிக்க வேண்டும், கற்றுத்தாரும் ஆவியானவரே. வேத வசனம் புரிந்து கொண்டு விளக்கங்களே அறிந்திட வெளிச்சம் தாரும் ஆவியானவரே. வேத வசனம் புரிந்து கொண்டு விளக்கங்களே அறிந்திட வெளிச்சம் தாரும் ஆவியானவரே. ஆவியானவரே, ஆவியானவரே, பரிசுத்த ஆவியானவரே, ஆவியானவரே, அன்பின் ஆவியானவரே, பரிசுத்த ஆவியானவரே. Shantara baba baba baba, oh raslai thaikas katara ba katara bala bala baba, oh rasala bala thara gabaga shakatara ya ba katara ba kaba, oh rasakatara ya ba katari ya bala chatara ya ba ka, oh raslai dini kisiti niriya ba. ராஜாவும் பிரசன்னம் போதுமையா, எப்போதும் எனக்கு போதுமையா. ராஜாவும் பிரசன்னம் போதுமையா, எப்போதும் எனக்கு போதுமையா. பிரசன்னம் தேவ பிரசன்னம், ஹல்லேலூயா. பிரசன்னம், பிரசன்னம், தேவ பிரசன்னம். ராஜா உம் பிரசன்னம் போதுமையா, எப்போதும் எனக்கு போதுமையா. ஓ ராஜா உம் பிரசன்னம் போதுமையா, எப்போதும் எனக்கு போதுமையா. பிரசன்னம், கரங்களை உயர்த்தி பிரசன்னம், தேவ பிரசன்னம், ஹல்லேலூயா. അപ്പാ, ഇന്ന് പകൽ ഞങ്ങൾ അങ്ങയുടെ സമൂഹത്തിലായിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം സ്വർഗത്തിൽ അവിടുത്തെ ഇഷ്ടം എന്താണോ അത് ഭൂമിയിൽ നിറവേറട്ടെ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ചേർന്ന് പറ ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കാമല്ലോ ദൈവസന്നിധി. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 12, 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. അതുകൊണ്ട് അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ്ലീഹ ആത്മീക വരങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ സഭയ്ക്ക്, സ്പെഷ്യലി കൊരിന്തിയ സഭയ്ക്ക് നൽകുകയാണ്. അതിൻ്റെ 8, 9, 10 വാക്യങ്ങൾ 9 വരങ്ങളെക്കുറിച്ചുള്ള വാക്യങ്ങളാണ്. 11-ാമത് വാക്യത്തിൽ ഇതെല്ലാം പകുത്തു കൊടുക്കുന്നത് ആരാധനയും, അല്ലെങ്കിൽ ഒരു സഭയുടെ സൺഡേ നടക്കുന്ന സഭായോഗവും, വരങ്ങളെ മാറ്റി നിർത്തിയിട്ട് ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു സഭയുടെ ആരാധനയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക,
പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന മിനിസ്ട്രിയുടെ ടൂൾസാണ് 9 ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, 9 കൃപാവരങ്ങൾ. കടലിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന ഒരു വ്യക്തി കയ്യിലൊരു ടൂൾസുമായിട്ടാണ് പോകുന്നത്. ഒന്നുകിൽ ഒരു ചൂണ്ട കാണും, ഇല്ലെങ്കിൽ വല, നെറ്റ് കാണും. ഇതൊന്നും ഇല്ലാതെ പോകുന്ന ഒരു വ്യക്തി കടൽ കണ്ട് തിരിച്ചു വരാനേ കഴിയുകയുള്ളൂ. എന്നാൽ ടൂൾസുമായിട്ട് പോകുന്നൊരു വ്യക്തിക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും അവകാശമാക്കി വരുവാൻ കഴിയും. എന്നതുപോലെ ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ച്, പുതിയ ഏർപ്പാട്ട് സഭ 9 വരങ്ങളാൽ നിറഞ്ഞതാണ്. പുതിയ നിയമത്തിൽ മാത്രമല്ല വരങ്ങളുടെ മിനിസ്ട്രി, ഓൾഡ് ടെസ്റ്റമെൻറ്റിലും പഴയ നിയമത്തിലും വരങ്ങളുടെ മിനിസ്ട്രി ഉണ്ടായിരുന്നു. 9 വരങ്ങൾ പുതിയ നിയമത്തിൽ പറയുമ്പോൾ അതിൽ 7 വരങ്ങൾ പഴയ നിയമം ഓപ്പറേറ്റ് ചെയ്തതാണ്. വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ വചനം, പഴയ നിയമം ഓപ്പറേറ്റ് ചെയ്തതാണ്. വേർഡ് ഓഫ് നോളജ്, പരിജ്ഞാനത്തിൻ്റെ വചനം, ഓൾഡ് ടെസ്റ്റമെൻറ്റ്, പഴയ നിയമം ഓപ്പറേറ്റ് ചെയ്തതാണ്. ഡിസൈനിങ്സ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാക്കളുടെ വിവേചനം, പഴയ നിയമം ഓപ്പറേറ്റ് ചെയ്തതാണ്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ വരം, പഴയ നിയമം ഓപ്പറേറ്റ് ചെയ്തതാണ്. ഗിഫ്റ്റ് ഓഫ് ഹീലിങ്സ്, രോഗശാന്തികളുടെ വരം, പഴയ നിയമം ഓപ്പറേറ്റ് ചെയ്തതാണ്. വർക്കിംഗ് ഓഫ് മിറക്കിൾസ്, വീര്യപ്രവർത്തികളുടെ വരം, വീര്യം പ്രവർത്തിക്കുന്ന വരം, ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഓപ്പറേറ്റ് ചെയ്തതാണ്. ശക്തന്മാരായ പ്രോഫറ്റ്സ്, ദീർഘദർശികൾ, പ്രവാചകന്മാർ പഴയ നിയമത്തിലുണ്ട്. യെശയ്യാവ്, ജെറമിയ, എസെക്കിയേൽ, ഡാനിയേൽ, ഹോശയ, യോവേൽ, ആമോസ്, ഒബദ്യാവ്, ധാരാളം പ്രോഫറ്റ്സ്. ഗിഫ്റ്റ് ഓഫ് പ്രോഫസി, പ്രവചനവരം, ദീർഘദർശനവരം, പഴയ നിയമം ഓപ്പറേറ്റ് ചെയ്തതാണ്. പുതിയ നിയമത്തിലുള്ള 9 വരങ്ങളിൽ 7 വരവും പഴയ നിയമം ഓപ്പറേറ്റ് ചെയ്തു. 2 മാത്രമേ അവർക്ക് കൊടുക്കാതിരുന്നുള്ളൂ. അത് 2 നമുക്കാ കിട്ടി. അതിലൊന്ന് അതർ ടങ്സ്, പല ഭാഷകൾ. 2 ഭാഷകളുടെ വ്യാഖ്യാനം. തമിഴിൽ എന്താ എഴുതിയേക്കെന്ന് എനിക്കറിയില്ല, എൻ്റെ മലയാളം മനസ്സിലാക്കുക. ഓക്കെ, പല ഭാഷകൾ, അന്യഭാഷകൾ പഴയ നിയമത്തിലില്ല, പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഭാഷകളുടെ വ്യാഖ്യാനം, ഇൻറ്റർപ്രിട്ടേഷൻ, അത് ഓൾഡ് ടെസ്റ്റമെൻറ്റിലില്ല, അത് ന്യൂ ടെസ്റ്റമെൻറ്റിൽ മാത്രമാണ്. അപ്പോൾ ഈ 9 വരങ്ങളിൽ 7 വരവും ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഓപ്പറേറ്റ് ചെയ്തതാണ് പഴയ നിയമം. ശക്തന്മാരായ ദൈവദാസന്മാർ, ദൈവദാസിമാർ 7 വരങ്ങളോടുകൂടെ മിനിസ്ട്രി ചെയ്തു ഓൾഡ് ടെസ്റ്റമെൻറ്റ്. ന്യൂ ടെസ്റ്റമെൻറ്റിൽ വന്നപ്പോൾ അതിൻ്റെ ഒപ്പം 2 വരങ്ങൾ കൂടി ആഡ് ചെയ്ത് നമുക്ക് 9 വരങ്ങൾ തന്നു. അന്യഭാഷകളും ഭാഷകളുടെ വ്യാഖ്യാനം. അപ്പോൾ അവർക്ക് 7, നമുക്ക് 9. അവർക്ക് 7, നമുക്ക് 9. അവർക്ക് 7, നമുക്ക്, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് വരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് 7, നമുക്ക് 9. ഓക്കെ, അപ്പോൾ 2 വരം കൂട്ടി നമുക്കാണ് ന്യൂ ടെസ്റ്റമെൻറ്റിലാണ് തന്നിരിക്കുന്നത്, പുതിയ നിയമത്തിലാണ് തന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കാലെ കുത്തി പൊങ്ങാനൊക്കെ വരട്ടെ. വെയിറ്റ്, നമ്പർ എത്രയുണ്ടെന്നുള്ളതല്ല വിഷയം, എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ് വിഷയം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ഇവിടെ ഈ മേടയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഈ വചനം വളരെ ശാന്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പഴയ നിയമത്തിൽ 2 പേര് ഉയിരോടെ സ്വർഗത്തിലുണ്ട്. അനോക്ക്, വേറൊരാൾ ഏലിയാവ്. ഒരാൾ നടന്നങ്ങ് പോയി, വേറൊരാൾ പറന്നങ്ങ് പോയി. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, ബൈബിൾ പറയുന്നു. യെസ് ഓർ നോ? സങ്കടമായിപ്പോയോ? ഹല്ലേലൂയ. ഏലിയാവ് അഗ്നി അശ്വരഥം വഴി സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ 7 കിട്ടിയതിൽ 2 ഉയിരോടെ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. 7 കിട്ടിയ പഴയ നിയമത്തിൽ ഒരുവന് ഗോലിയാത്തിനെ തകർക്കാൻ 1 കല്ലിൻ്റെ ആവശ്യം വേണ്ടി വന്നുള്ളൂ. അതിലൊരാൾ, പേര് സാംസൺ, ജസ്റ്റ് ഗേറ്റിൽ ഒന്ന് പിടിച്ചാൽ മതി, ആ മതിലിലെ ഗേറ്റ് അതുപോലെ പോരുക. എന്ന കാര്യം, അത്ര പവറാ ശരീരത്തിൽ വ്യാപരിച്ച്. ഓ ഹല്ലേലൂയ.
എത്ര നമ്പർ ഉണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ലഭ്യമായ വരങ്ങൾ എങ്ങനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞേ, സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ സൗജന്യമായി കൊടുക്കുക. പുതിയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്. ഇതെല്ലാം ഗിഫ്റ്റാണ്, ദാനമാണ്. ഇതൊന്നും കാശ് കൊടുത്ത് കിട്ടിയതല്ലായികയാൽ ഇത് കാശിന് വിൽക്കാൻ ഒക്കത്തില്ല. ഇതൊന്നും പണസമ്പാദനത്തിനല്ല. ഇത് സൗജന്യമായി കിട്ടി, സൗജന്യമായി കൊടുക്കുക. ഹല്ലേലൂയ. 7 എണ്ണം കിട്ടിയതിൽ ഒരു മനുഷ്യൻ റെഡ് സീയുടെ, ചെങ്കടലിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് കയ്യിൽ വടിയും പിടിച്ച് രാത്രി ഇങ്ങനെ നീട്ടി നിന്നാൽ മതി, കൈ നീട്ടി നിന്നാൽ മതി, രാവിലെ ആകുമ്പം റെഡ് സീ 2 മാറും. പഴയ നിയമം ശക്തമായിരുന്നു. അവരുടെ മേലുള്ള കൃപാവരങ്ങൾ അവർ ശക്തമായി ഉപയോഗിച്ചു. എങ്കിൽ പുതിയ നിയമത്തിൽ അന്യഭാഷകളും വ്യാഖ്യാനങ്ങളും കൂടി കർത്താവ് ചേർത്ത് 9 വരം നമുക്ക് തന്നെങ്കിൽ നമ്മൾ എത്ര ശക്തമായി അത് ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ ലേഖനം 14-ാമത്തെ അധ്യായത്തിലാണ് പ്രധാനമായി നമുക്ക് ലഭ്യമായ എക്സ്ട്രാ 2 വരങ്ങൾ, അന്യഭാഷകളും വ്യാഖ്യാനങ്ങളും. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 14 അധ്യായത്തിൽ വായിക്കുന്നത്. പ്രധാനമായി 3 വരങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. 1 അതർ ടങ്സ്, 2 ഇൻ്റർപ്രിട്ടേഷൻ, 3 പ്രോഫസി, പ്രവചനം. അന്യഭാഷകളെക്കുറിച്ച്, വ്യാഖ്യാനങ്ങളെക്കുറിച്ച്, പ്രവചനങ്ങളെക്കുറിച്ച് എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായി 14 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 14 ഒരു 50 ടൈംസ് ഒന്ന് വായിക്കാൻ മനസ്സ് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ആത്മാവിലൊരു ജീവൻ ഉണ്ടാകും. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 14 വേഴ്സ് 1 and 2 അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ, 2-ാം വാക്യം, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അല്ലേ? അങ്ങനെയല്ല വായിക്കുന്നത്. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ. 1 കൊരിന്ത്യർ 14 അധ്യായം 14-ാം വാക്യം, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നൊരു വചനം കാണുന്നു. 1 കൊരിന്ത്യർ 14:15 വാക്യത്തിൽ ആത്മാവിൽ പാടുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആത്മാവിൽ പാടുന്നതിനെ കുറിച്ച്. ഈ 3 വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 14:2 സംസാരിക്കാനുള്ള ഭാഷയാണിത്. 14:14 പ്രാർത്ഥിക്കാനുള്ള ഭാഷയാണിത്. 14:15 പാടാനുള്ള ഭാഷയാണിത്. ഇത് 3 ഒന്നല്ല, 3 സംസാരിക്കുന്ന പോലെയാണോ പ്രാർത്ഥിക്കുന്നത്? ആണോ? പ്രാർത്ഥിക്കുന്ന പോലെയാണോ പാടുന്നത്? പാടുന്ന പോലെയാണോ സംസാരിക്കുന്നത്? അല്ല. അപ്പം ഇത് 3 ഒന്നല്ല, 3 പക്ഷെ നമുക്കിതെല്ലാം ഒന്നായി പോയെന്നേ ഉള്ളൂ. സ്തോത്രം. സംസാരം വേറെ, പ്രാർത്ഥന വേറെ, പാട്ട് വേറെ. അന്യഭാഷയിൽ സംസാരിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ പാടുക. അപ്പം ഞാൻ ഇവിടുത്തെ നമ്മുടെ പാസ്റ്റർജിയോട് ഞാൻ ചോദിക്കുക, പാസ്റ്റർ എന്തുകൊണ്ട് വിശേഷം? പാസ്റ്റർ പറയും, സന്തോഷമായിരിക്കുന്നു പാസ്റ്ററെ, സുഖമായിരിക്കുന്നു. ആമേൻ. പാസ്റ്ററോട് ചോദിക്കുക, സഭയൊക്കെ സന്തോഷമായിരിക്കുന്നു? പാസ്റ്റർ പറയും, യെസ് പാസ്റ്റർ, സന്തോഷമായിരിക്കുന്നു. ഇതിൻ്റെ പേരാണ് കോൺവെർസേഷൻ, സംസാരം. ഇതുപോലെ നമ്മൾ ദൈവവുമായി സംസാരിക്കാൻ സമയമെടുക്കണം. സംസാരിക്കുമ്പം നമ്മൾ ആരും കൈയടിക്കാറില്ല. ആരാധിക്കുമ്പം നമ്മൾ കൈയടിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്ത് ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നമ്മൾ കൈയടിച്ചു പോകാറുണ്ട്. കാര്യം, ശക്തി നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഇത് പ്രദർശിപ്പിക്കാൻ കൈയടി അല്ലാതെ വേറെ ഒന്നുമില്ല. കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുകയാ. എന്നാൽ സംസാരിക്കാനിരിക്കുമ്പോൾ 2 പേർ മാത്രം സംസാരിക്കാൻ സമയമെടുക്കുക. ഇത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയല്ല. അതെ, ഇത് പിശാചിനും മനസ്സിലാകുന്ന ഭാഷയല്ല. ഇത് വ്യാഖ്യാനം മാത്രമുള്ള ഭാഷയാകയാൽ ഇതാർക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. എൻ്റെ മലയാളം മെസ്സേജ് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എൻ്റെ മലയാളം മെസ്സേജ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എൻ്റെ മലയാളം മെസ്സേജ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷെ അന്യഭാഷ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളത് ല്ല. ഇത് വ്യാഖ്യാനപരമുള്ളവർക്ക് മാത്രമേ ഇത് വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ.
ഓ ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ സഭയെ എൻ്റെ കൈ ഉയർത്തി ഒന്ന് അനുഗ്രഹിക്കട്ടെ. വ്യാഖ്യാനപരമുള്ളവർ ദൈവസഭയ്ക്കകത്ത് നിന്ന് എഴുന്നേറ്റ് അങ്ങനെ അന്യഭാഷകളെ വ്യാഖ്യാനിച്ച് അപ്പോസ്തോലിക കാലത്ത് എങ്ങനെ ശുശ്രൂഷ മിനിസ്ട്രി മൂവ് ചെയ്തോ അതുപോലെ നമ്മുടെ സഭകൾക്കകത്തെല്ലാം അന്യഭാഷകളുടെ വ്യാഖ്യാനം വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞാൻ എൻ്റെ കൈ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. എത്ര പേർ റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? എന്നോട് ചേർന്ന കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. 14-ാം അധ്യായത്തിൽ വളരെ ശക്തമായ അന്യഭാഷകളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. സത്യത്തിൽ ഇത് ഒരു അത്ഭുത ലോകത്തിലേക്കുള്ള ഒരു കീ ആണ്. ടങ്സ് ബൈബിൾ പറയുന്നു പലവിധ ഭാഷകളെന്നാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8, 9, 10 വാക്യങ്ങളിൽ അന്യഭാഷ എന്നല്ല വായിക്കുന്നത്, അന്യഭാഷകൾ എന്നാ വായിക്കുന്നത്. പല പല ഭാഷകൾ. തമിഴിൽ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഭാഷ എന്നല്ല, ഭാഷകൾ. തമിഴിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? പല ഭാഷകൾ. റൈറ്റ്? ഭാഷ എന്നാണോ ഭാഷകൾ എന്നാണോ? ഭാഷകൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പല പല ഭാഷകൾ ഒരു വരമാണ്. അന്യഭാഷ വരമല്ല, അന്യഭാഷകൾ വരമാണ്. ഒന്നുകൂടെ പറയുന്നു, അന്യഭാഷ വരമല്ല, അന്യഭാഷകൾ. തമിഴിൽ എഴുതിയിരിക്കുന്നത് പല ഭാഷകൾ. പ്രൈസ് ഗോഡ്. പല പല ഭാഷകൾ. മലയാളത്തിൽ പറഞ്ഞ ഒന്നിലധികം ഭാഷകൾ, അതാണ് വരമെന്ന് പറയുന്നത്. അപ്പോൾ അന്യഭാഷ ദൈവം നമുക്ക് തരും. പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൽ തരുമ്പോൾ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ എന്ന് പ്രാപിച്ചോ അന്നത്തെ ലാംഗ്വേജ് തന്നെയാ വർഷങ്ങളായി അവർ പറയുന്നത്. കാര്യം ഭാഷകൾക്കൊരു മാറ്റമില്ല. ഭാഷ മാറ്റേണ്ടത് നമ്മളാരുമല്ല, ഭാഷ മാറ്റിത്തരേണ്ടത് പരിശുദ്ധാത്മാവ് തന്നെയാ. പക്ഷേ ഭാഷ ലഭ്യമായ നമ്മൾ 1 hour 2 hour 3 hours ഒക്കെ ഒറ്റയ്ക്കിരുന്ന് അധിക സമയം അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭാഷ മാറ്റി ഭാഷകളാക്കി തരും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അന്യഭാഷ ചേഞ്ച് ആക്കേണ്ടത് നമ്മളല്ല, പരിശുദ്ധാത്മാവ. പക്ഷേ ലഭ്യമായ ഭാഷയുമായി പ്രാർത്ഥനാ മുറിയിൽ ഒറ്റയ്ക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നമുക്ക് വലിയ പാടാ. 2-3 മണിക്കൂറൊക്കെ ഇരിക്കും. കാരണം നമ്മൾ ഓട്ടമല്ലേ, എപ്പോഴും ഓട്ടമാണ് നമ്മൾ. പിന്നെ എങ്ങനെ നമുക്കിതൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റണേ? ഓടുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഓടിക്കൊണ്ട് അന്യഭാഷ പറയുക, ഡ്രൈവ് ചെയ്യുമ്പോൾ അന്യഭാഷ പറയുക. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. യെസ് ഓർ നോ? കമോൺ, ചേർന്ന് പറ ഹല്ലേലൂയ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കാമല്ലോ. ബൈക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷ സംസാരിക്കാമല്ലോ. കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷ സംസാരിക്കാമല്ലോ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരുണ്ടെന്നല്ലേ ഉള്ളൂ, വളരെ സ്ലോലി. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൊബൈലിൽ മറ്റുള്ളവരോട് സംസാരിക്കുകയല്ലേ? യെസ് ഓർ നോ? എങ്കിൽ പിന്നെ അന്യഭാഷയിൽ ദൈവത്തോട് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? ഹല്ലേലൂയ. ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമ്മൾ അല്ലെ, കാർ ഓടിക്കുന്ന സമയത്ത് കണ്ണു അടച്ചുകൊണ്ടാണോ നമ്മൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഓടിക്കുന്നത്? അല്ല, കണ്ണു അടച്ചുകൊണ്ട് അന്യഭാഷ പറഞ്ഞ് ഓടിച്ചാൽ പിന്നെ നമുക്ക് കണ്ണ് തുറക്കേണ്ട വരത്തില്ല അല്ലേ? അപ്പോൾ കണ്ണ് തുറന്നുകൊണ്ട് നമ്മൾ അന്യഭാഷ പറയും. അപ്പോൾ കണ്ണ് തുറന്നുകൊണ്ട് നമുക്ക് അന്യഭാഷ പറയാം. യെസ് ഓർ നോ? ഇറ്റ്സ് എ ഈസി വേ, റൈറ്റ്? പക്ഷേ ഏറ്റവും പ്രധാനമായി പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കി അധിക സമയം അന്യഭാഷകളിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി പഴയ പോലെ തന്നെ ഇരിക്കത്തില്ല. ആ ആൾ പുതുക്കം പ്രാപിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 16 വേർഡ്സ് 16, 17, 16, 17 വാക്യങ്ങളിൽ യേശു കർത്താവ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും. യേശു പറയുക, അവർ പുതിയ ഭാഷകളിൽ സംസാരിക്കും. എല്ലാവരും ചേർന്ന് പറ, പുതുഭാഷ. തമിഴിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? നവമാന ഭാഷ. എല്ലാവരും കരങ്ങളെ ഉയർത്തി പറ, നവമാന ഭാഷ. നോ, എല്ലാ കരം ഉയർന്നില്ല. കമോൺ, ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. എല്ലാ കരം ഉയർത്തി പറ, നവമാന ഭാഷ.
അപ്പോൾ പുതിയ ഭാഷകൾ സംസാരിക്കാൻ നമ്മൾ അധിക സമയം ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമെടുക്കുക. അധിക സമയം ഒറ്റയ്ക്കിരുന്ന് അന്യഭാഷകളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പുതിയ പുതിയ ഭാഷകൾ നമ്മുടെ നാവിൽ നൽകിത്തരും. പുതിയ ഭാഷകൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മുടെ സ്പിരിറ്റ് മാൻ പുതുക്കം പ്രാപിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ആത്മാവിലങ്ങ് ബലപ്പെടാൻ തുടങ്ങും. നമുക്കെപ്പോഴും പുതിയ വെളിപ്പാടുകൾ, പുതിയ കാഴ്ചപ്പാടുകൾ നമ്മൾ പുതുക്കം പ്രാപിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2 ആമേൻ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടുക, മൈൻഡ് റിന്യൂ ചെയ്യുവാൻ. ആമേൻ, പല വഴികളിൽ ഒരു വഴിയാണ് അധിക സമയം നീ ടങ്സിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഒത്തിരി സമയം അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അധിക സമയം മനുഷ്യനോട് സംസാരിക്കാൻ ഒക്കത്തില്ല. അധിക സമയം മനുഷ്യരോട് സംസാരിച്ചാൽ നമുക്ക് സംസാരിച്ചേ പറ്റൂ. നമ്മളൊരു ശുശ്രൂഷകനാണ്, ഞാനൊരു പാസ്റ്ററാണ്, വ്യക്തികളോട് സംസാരിച്ചേ പറ്റൂ. പക്ഷേ എന്തായി അധികം നേരം സംസാരിക്കണേ? ഒരു വ്യക്തിയോട് 5 മിനിറ്റ് കൂടുതൽ എന്ത് കാര്യമാണ് സംസാരിക്കാനുള്ളത്? നിങ്ങൾ തന്നെ ചിന്തിക്കും. ഒരു വ്യക്തിയോട് ഒരു 5 മിനിറ്റുകളിൽ എന്തായി പറയാനുള്ളത്? അധികമൊന്നുമില്ല, ജസ്റ്റ് കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം സംസാരിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ അർത്ഥം നമുക്ക് വേറെ പണിയൊന്നുമില്ലെന്നാണ്. നമുക്ക് വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാ. ബൈബിൾ പറയുന്നു, ഓൾഡ് ടെസ്റ്റമെന്റിൽ മോസസിന് വാക് സാമർഥ്യമില്ലായിരുന്നു, നാവ് തടിച്ചതായിരുന്നു, വിക്കനായിരുന്നു. അതുകൊണ്ട് ദൈവം മോസസിനെ വിളിക്കുമ്പോൾ മോസസ് ദൈവത്തോട് പറയുന്നു, ലോർഡ്, നീ എന്നെ വിളിച്ചതിനും അതിനു മുമ്പും അതിനു ശേഷവും എൻ്റെ നാവ് തടിച്ചതാണ്, എനിക്ക് വിക്കനാണ്, നന്നായിട്ട് എനിക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല. ഉടനെ സർവശക്തനാകുന്ന ദൈവം എന്താ പറഞ്ഞു? ഐ എം സോറി മോസസ്, ഞാൻ എൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് അതങ്ങ് വിട്ടുപോയി, നിൻ്റെ അവസ്ഥ ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെയൊക്കെയാണോ പറയണേ? ഇല്ല മോസസ്, നിന്റെ നാവ് തടിച്ചതാണെന്ന് അറിഞ്ഞോണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചേ. ഹല്ലേലൂയ. നീ മനുഷ്യരോടധികം സംസാരിക്കാൻ നിൽക്കണ്ട. പകരം നിനക്ക് പകരം ഞാൻ മനുഷ്യനോട് സംസാരിക്കാൻ അഹരോനെ അപ്പോയിന്റ് ചെയ്യുക. ഫറവനോട് സംസാരിക്കണോ? നീ മിണ്ടണ്ട, അവൻ സംസാരിച്ചോളൂ. അപ്പം ഞാൻ എൻ്റെ അഭിഷേകം വഹിച്ചാൽ മതി. ആ അഭിഷേകം വഹിച്ചുകൊണ്ട് വടി താഴെയിട്, ആടുന്ന പാമ്പായത് മാറും. ആ അഭിഷേകം വഹിച്ചുകൊണ്ട് ആ വടി നീട്ട്, റെഡ് സീ 2ആയി മാറും. ആ അഭിഷേകം വഹിച്ചുകൊണ്ട് ആ വൃക്ഷത്തിൻ്റെ കൊമ്പൊടിച്ച് വെള്ളത്തിലിട്, മാറാ കയ്പ് വെള്ളം മധുരമായി മാറും. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നു, അഭിഷേകം നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ അവയവം നമ്മുടെ നാവാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള സംസാരം. ആർക്കൊക്കെയോ വേണ്ടി നമ്മളൊന്ന് സംസാരിക്കുകയാ. ആരെയും ഭയമില്ലാതെയുള്ള നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന നെഗറ്റീവ് പദങ്ങൾ, ഇതൊക്കെ വരുന്നത് എവിടെന്നറിയാമോ? മറ്റുള്ളവർക്ക് സന്തോഷമായിരിക്കും, കൂട്ടുകാരെ സമ്പാദിക്കാൻ പറ്റും. പക്ഷെ ദൈവം നിന്റെ മേൽ തന്ന അഭിഷേകം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, കൈകൂപ്പി പറയുക, അധിക സമയം മനുഷ്യനെ വേഷം കെട്ടിച്ച് നിന്റെ അടുക്കൽ അയക്കുന്നത് നീ അറിയുന്നില്ല. ചിരിച്ചുകൊണ്ട് വരുന്നവരുണ്ട്, സ്നേഹഭാവേന വരുന്നവരുണ്ട്. ഇത് പിശാച് വേഷം കെട്ടിച്ച് അയച്ച ചെന്നായാണ്. കാര്യം പിശാചിനറിയാം നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. അത് പുറമേയുള്ള അഭിഷേകമല്ല, അത് അകത്ത് മൺപാത്രത്തിൽ പകർന്ന ഹിഡൻ ട്രഷറാണ്, നിക്ഷേപമാണ്. അതുകൊണ്ട് അപ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, എങ്കിലും ഈ മെഗാ ഡുനാമീസ്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടിയതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണുള്ളത്. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിച്ച് നേടിയ അഭിഷേകം, പ്രാർത്ഥിച്ച് നേടിയ നന്മകളൊന്നും വെറുതെ സംസാരിച്ച് നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങളുടെ വീട് വിസിറ്റ് ചെയ്ത് ഒരാൾ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, സന്തോഷം. ആ വ്യക്തി വന്ന് 10 മിനിറ്റിൽ കൂടുതൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ പറയണം, വായിട് മാറ്റിട്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഉടനെ അദ്ദേഹം പറയും, ഞാൻ ബിസിയാ, ആട്ടെ പൊക്കോ. പക്ഷെ ആൾ സംസാരിക്കാതിരുന്നാലോ 1 അവർ അവിടെ ഇരിക്കും. ഹല്ലേലൂയ. 1 അവർ അവിടെ ഇരിക്കും. പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞാൽ, എനിക്ക് ബിസിയാണ്, ഞാൻ പോകും, എനിക്കൊരാളുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്, പോകാൻ അത്യാവശ്യം, ഹോസ്പിറ്റലിൽ പോകണം. അല്ലാതെ സംസാരിക്കാതിരുന്നാലോ ഒരു അപ്പോയിൻമെൻറ്റും ഇല്ല.
പ്രാർത്ഥിക്കാനിരുന്നാലോ ടൈമില്ല. നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്തവരോട് നിങ്ങൾ കണക്ട് ചെയ്താൽ നിങ്ങളുടെ അഭിഷേകം നഷ്ടപ്പെടും. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. അധിക സമയം അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയമെടുത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ കുറയുകയില്ല. പണ്ട് ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചതാണ്. ഞാൻ 30 വർഷത്തിലധികമായി ദൈവശക്തി എന്നെ തൊട്ടിട്ട് ആ അഭിഷേകവുമായി ഞാൻ നടക്കുകയാണ്. പക്ഷേ ഞാൻ എവരി ഡേ ചെക്ക് ചെയ്യണം, എൻ്റെ മേൽ ദൈവം തന്ന അഭിഷേകത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടോ, ആ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ അളവ് എന്നിൽ നാം നഷ്ടമായി തുടങ്ങിയിട്ടുണ്ടോ. ഇത് ഞാൻ തന്നെ ചെക്ക് ചെയ്ത് എവരി ഡേ ഞാൻ തന്നെ പ്രാർത്ഥിച്ച ആത്മാവിൻ്റെ ശക്തിയിൽ ദൈവ സാന്നിധ്യത്തിലിരുന്ന് എൻ്റെ ശക്തി ഞാൻ വർദ്ധിപ്പിക്കാൻ മനസ്സ് വെക്കുമ്പോഴാണ് എന്നെ ദൈവത്തിന് യൂസ് ചെയ്യാൻ കഴിയുന്നത്. എന്നോട് ചേർന്ന് കരവൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും വായ തുറന്ന് പറ, ആവിയാനവരെ എൻ്റെ ശക്തി കുറയാതെ എൻ്റെ നാവിനെ സൂക്ഷിപ്പാൻ എൻ്റെ മേലൊരു കൃപ പരിശുദ്ധമാവേ. എല്ലാവരും വായ തുറന്ന് പറ, ആവിയാനവരെ എൻ്റെ നാവിനെ സൂക്ഷിപ്പാൻ, എൻ്റെ നാവിനെ സൂക്ഷിപ്പാ എനിക്ക് കൃപ തരണമേ. എല്ലാവരും കരം ഉയർത്തിപ്പറ, പരിശുദ്ധാത്മാവേ പറ, വായി തുറന്ന്, ആവിയാനവരെ എൻ്റെ നാവിനെ സൂക്ഷിപ്പാ എനിക്ക് കൃപ തരണമേ. ഹോ റബ കതറബ കല കതറിയബ കശതറയബ അന്തറിയബ ഹസ്കൽ കതറയബ ഷിയൻതോലിയബ ഖന Hurabata janaka shakataraya bashantaria baka asata kataraya bashakataraya bashiantalia baka askara bankatania bahoria mashi takani lebrahos matalia preka mashakata. നിങ്ങളുടെ അന്യഭാഷകളുടെ ശബ്ദം കേൾക്കട്ടെ. കയ്യടിയുടെ ശബ്ദമല്ല, അന്യഭാഷയുടെ ശബ്ദം ഉയരട്ടെ. കമോൺ, സ്പീക്കിംഗ് ടങ്സ്. എല്ലാവരും അന്യഭാഷ പറയുക, അന്യഭാഷ പറയുക. വായി തുറന്ന് പ്രാപിച്ചവർ മാത്രം അന്യഭാഷ പറയുക. നിങ്ങളുടെ അന്യഭാഷയുടെ ശബ്ദം മാത്രം ഉയരട്ടെ. Katara 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 bakatara basha kataria bal hataria basha latara ya bakatara ya ba lektatadia bakoria mashiantalia bakatara ya bashiantana. ചിലരുടെ അന്യഭാഷയ്ക്കകത്ത് ദൈവം ഒരു അഭിഷേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ അന്യഭാഷ പറയാതിരിക്കരുത്. നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ പിശാച് കൺഫ്യൂസ്ഡ് ആവുകയാ, പിശാച് സംശയിക്കുകയാ. എന്താ ഈ പറയുന്ന കാര്യം? ആരും തിരിച്ചറിയുന്നില്ലല്ലോ, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. Lebra kosa takataraya basha kataraya bakataraya bashantaraya bakana dibla babra babra babla baskara just ഞങ്ങളുടെ കേരളത്തിലെ ഒരു കർത്താവിൻ്റെ ദാസൻ, വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു കർത്താവിൻ്റെ അഭിഷിക്തൻ. അദ്ദേഹത്തോടൊരിക്കൽ ഞാൻ എൻ്റെ ആദ്യ സമയങ്ങളിൽ, മിനിസ്ട്രിയുടെ ആദ്യ സമയങ്ങളിൽ അദ്ദേഹമായിട്ട് ഒരുമിച്ച് കണക്ട് ചെയ്യുവാൻ ഒരവസരം കിട്ടിയ സമയം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങനെയാണ് അഭിഷേകത്തിൻ്റെ മിനിസ്ട്രി ഏറ്റവും നന്നായിട്ട് ചെയ്യുവാൻ കഴിയുന്നത്? ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, വിശുദ്ധിയോടെ ജീവിക്കുക, ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം എന്നെ ഉപദേശിച്ചു. അതിൽ ഒരു കാര്യം, നീ മിനിസ്ട്രിക്ക് പോകുന്നതിന് മുമ്പ് മണിക്കൂറുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചിരിക്കണം. മണിക്കൂറുകൾ മനുഷ്യനോട് നീ ആ സമയത്ത് സംസാരിക്കരുത്. മിനിസ്ട്രിക്ക് പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് 2-3 മണിക്കൂർ മുമ്പേ മനുഷ്യനോടുള്ള സംസാരം നിർത്തിയിരിക്കണം. മണിക്കൂറുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നീ സ്റ്റേജിൽ കയറണം. ആ ദൈവദാസൻ തന്ന ഒത്തിരി ഉപദേശങ്ങളിൽ ഒരു കാര്യം അതാണ്. കാര്യം എന്തെന്നറിയാമോ? ഇത് ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. ഹല്ലേലൂയ. ബുദ്ധിയിലല്ല പ്രസംഗം, ബുദ്ധിയിലല്ല മിനിസ്ട്രി, ബുദ്ധിയിലല്ല പാട്ട്, ബുദ്ധിയിലല്ല മെസ്സേജ്. ബുദ്ധി കൊണ്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യേണ്ടത് ആത്മാവിലാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ആവിയിൽ നിറഞ്ഞ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ്. അതാണ് ഏറ്റവും മഹാപരിയ ഭാഗ്യമെന്ന് പറയുന്നത്. ബുദ്ധി കൊണ്ടല്ല നീ ചെയ്യേണ്ടത്, ആത്മാവിൽ നിറഞ്ഞ് ചെയ്യണം. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്നറിയാമോ? നമുക്കൊരാളെ വേദനിപ്പിക്കാൻ ഒക്കത്തില്ല. ബൈബിളിലെ വാക്യങ്ങൾ മാറ്റി വേറൊരാളെ കുത്താൻ നമുക്കൊക്കത്തില്ല. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ദൈവശബ്ദം മാത്രം. എന്താണോ ദൈവശബ്ദം, ദൈവം സംസാരിച്ചത്, അത് അതുപോലെ സംസാരിക്കുമ്പോൾ ജനം വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക, ജനത്തിൻ്റെ മുറിവുകൾ സൗഖ്യമായിക്കൊണ്ടേയിരിക്കുക, ജനം ശാരീരികമായി സുഖമായിക്കൊണ്ടേയിരിക്കുക, പിശാച് അവരെ കെട്ടിയ കെട്ടുകൾ ഓട്ടോമാറ്റിക്കായി വചനം അഴിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാവിലെ അന്യഭാഷ സംസാരിക്കാൻ കൃപയുള്ള ദൈവമക്കൾ അന്യഭാഷകളിൽ, ഓ
അല്പസമയം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. അക്കരങ്ങളൊന്ന് അടിച്ച് അല്പസമയം അന്യഭാഷകളൊന്ന് ആരാധിച്ചാട്ടെ. പ്ലീസ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ അല്പസമയം ആരാധിക്കാൻ പോകയാ. Thank you, Lord. Debra Bakashia, Randas Kataraya Bashiantoria Bakasi, Laitaiki Bakaraba, Amela Hatarigaba, ആരാധിച്ചു തുടങ്ങുക. അല്പസമയം ആരാധിച്ചു തുടങ്ങുക. അന്യഭാഷകളിൽ ആരാധിച്ചു തുടങ്ങുക. റേ താലറബക ശാന്തരയബക. Holy Spirit of God, Rabaga Shakataraya Bakana, Laita Brakoshi. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Jesus. അല്പസമയം ആ കരങ്ങളെ തട്ടി ദൈവത്തെ അന്യഭാഷകളിൽ ആരാധിക്കാം. Thank you, Lord. Oh Jesus, 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 Jesus. Thank you. Righteous Bikoria Masaran Chastibi Amtalaria Praushasi Antelia Bakasi Rata Kataraba. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. La taraba khandaraya bakatala rabaga shakataraya bakana re talaraba gashantaraya bashakataraya bashandalaya turabala rabaga baushamdalaya bakataraya bagashandalaya ba dura laba rakalaga bashandalaya bakataraya bagashandalaya bakana tara labra bakashatarabla bakatara bakataria bakase re thala dhire bachalaga bashamdalaba. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നിങ്ങൾ ബുക്ക് ഓഫ് ഐശയ ചാപ്റ്റർ 28, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28 അധ്യായത്തിൽ അന്യഭാഷകളെക്കുറിച്ചുള്ള ഒരു പ്രവചന സൂക്തം കിടപ്പുണ്ട്. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. എത്ര മനോഹരമായൊരു വചനമാണെന്നറിയാം. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന സൂത്രത്തിന്മേൽ സൂത്രം, ചട്ടത്തിന്മേൽ ചട്ടം എന്ന് പറഞ്ഞ് പുറകോട്ട് വീണ് നീ നിലംപരിശാകാതിരിക്കേണ്ടതിനായി സൂത്രവും ചട്ടവും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ നീ അന്യഭാഷകളിൽ ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ വിടുതൽ വൈകുന്നുണ്ടോ? മണിക്കൂറുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുക. മന്ത്രവാദി മന്ത്രം ചൊല്ലി അവൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ നീ അന്യഭാഷ സംസാരിച്ച് ദൈവത്തോട് കാര്യം പറഞ്ഞ് ആത്മാവിൻ്റെ ശക്തി ആർജിച്ച് മൂവ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞാൽ ഈ തലമുറയിൽ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്ന ദൈവശക്തി വലിയതായിരിക്കും. Sakatarayaba katarayaba gashantariyaba katarayaba shantalayaba katarayaba shiara നിങ്ങൾ 1 Corinthians chapter 14 വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ 2-3 പേർ ഒരുമിച്ച് സംസാരിക്കട്ടെ, ഒരുവൻ സംസാരിക്കട്ടെ, മറ്റൊരാൾ വ്യാഖ്യാനിക്കട്ടെ എന്ന് അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് പറയുന്നു. അല്ല, നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ സഭ മുഴുവൻ ചേർന്നിരുന്ന അന്യഭാഷകളിൽ സംസാരിക്കുക. ഇതൊറ്റയ്ക്ക് സംസാരിക്കാം, 2-3 പേർ ഒരുമിച്ച് കൂടി സംസാരിക്കാം, മുഴുസഭ ഒരുമിച്ച് കൂടി സംസാരിക്കാം. 2-3 പേർ ഒരുമിച്ച് അന്യഭാഷ പറയുന്നെങ്കിൽ ഒരുവൻ സംസാരിക്കട്ടെ, മറ്റൊരുവൻ വ്യാഖ്യാനിക്കട്ടെ. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഒരുവൻ അന്യഭാഷ പറയുന്നു, മറ്റൊരാൾ വ്യാഖ്യാനിക്കുമ്പോൾ അതർ ടങ്സ് പ്ലസ് ഇന്റർപ്രിട്ടേഷൻ ഈസ് ഈക്വൽ ടു പ്രോഫസി. അന്യഭാഷ മറ്റൊരാൾ വ്യാഖ്യാനിച്ചാൽ വേറൊരാൾക്കത് പ്രവചനമായി മാറുകയാണ്.
യേശുവിൻ്റെ നാമത്തിൽ. എങ്കിൽ ഇന്ന് പകൽ ഈ ദൈവസഭയ്ക്കകത്ത് പ്രവചനത്തിൻ്റെ അഭിഷേക പരിശുദ്ധാത്മാവ് ഇമ്പാർട്ട് ചെയ്യട്ടെ. പ്രവചനത്തിൻ്റെ അഭിഷേക, അന്യഭാഷ പറയുന്ന നാവ് പ്രവചനത്തിൻ്റെ നാവായി മാറട്ടെ. ഏറ്റവും കൂടുതൽ സംഘട്ടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവചനത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ. നമുക്ക് പലർക്കും വ്യാജമായി പ്രവചിക്കുന്നവരെ അറിയാവൂ, നന്നായിട്ട് പ്രവചിക്കുന്നവരെ അറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആരോട് സംസാരിച്ചു, അവർ പറയും ആ പുള്ളി ഭയങ്കര ദീർഘദർശനമൊക്കെ ഉള്ളതാണ്, പക്ഷേ പുള്ളി തകർന്നു പോയി. ഇദ്ദേഹം ഭയങ്കര ദീർഘദർശനമൊക്കെ ഉള്ളതാണ്, പക്ഷേ അദ്ദേഹം തകർന്നു പോയി. ഈ തകർന്നവരെ മാത്രമേ അറിയാവുള്ളൂ. തകർന്നവരെ മാത്രം അറിയാവുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവരൊരിക്കലും ഉയരുകയില്ല. യൂദാ തൂങ്ങി ചത്ത കാര്യം നമുക്കെല്ലാം അറിയരുതോ? അതാണോ നമ്മുടെ പ്രസംഗ വിഷയം? അല്ല, നമ്മുടെ പ്രസംഗ വിഷയം യേശു ഉയർത്തതാണ്. പറഞ്ഞേ ആമേൻ. ജീസസ് ഈസ് എലൈവ്. യേശു ഇന്നും ജീവിക്കുകയാ. യൂദ ചത്തുപോയി, ഒരു യൂദയെ പോയിട്ടുള്ളൂ, ബാക്കി 11 ശിഷ്യന്മാർ പവർഫുള്ളായി നിൽക്കുകയാ. ഓ ഹല്ലേലൂയ. നമ്മളെപ്പോഴും യൂദായുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. പാസ്റ്റർ, ഞങ്ങളുടെ നാട്ടിലൊരു ഊഴിയക്കാരനുണ്ട്, വല്ലമയായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന, ബട്ട് പാസ്റ്റർ തകർന്നു പോയി. പാസ്റ്റർ ഇന്ന സ്ഥലത്ത് നല്ലൊരു ദീർഘദർശി, അനോയിൻറ്റിങ് പാസ്റ്റർ, പക്ഷെ ഫൈനലി അദ്ദേഹം തകർന്നു പോയി. ഈ തകർന്നവരെ പറയുന്ന സമയത്ത് പാസ്റ്റർ എന്നെ നോക്ക് പാസ്റ്റർ, ഞാൻ നിൽക്കുക എന്ന് പറയില്ല. നിന്നെ ദൈവം അഭിഷേകം ചെയ്തത് തകർന്നവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനല്ല. നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആമേൻ പറയണം. പത്രോസ് നടന്നു പോകുമ്പം നിഴല് തട്ടി രോഗി സൗഖ്യമാകുക, അത് പറയത്തില്ല. ഹല്ലേലൂയ. ഒരു വചനം ഉണ്ടല്ലോ, പത്രോസ് ശിഷ്യന്മാരും ഇങ്ങനെ പടകിൽ വരുമ്പോൾ യേശു ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ വരിക. ഉടനെ യേശു കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു. ഉടനെ പേതുരു എന്താ പറഞ്ഞേ? പത്രോസ് എന്താ പറഞ്ഞേ? പീറ്റർ എന്താ പറഞ്ഞേ? നീ ആകുന്നെങ്കിൽ ഞാൻ നിന്റെ അടുക്കിലേക്ക് പടകിലല്ല, പിന്നെ നിന്നെ പോലെ തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ നടന്നു വരാൻ പറയണം. ഉടനെ യേശു എന്താ പറഞ്ഞേ? വേണ്ട, ഓവർ സ്മാർട്ട് കാണിക്കണ്ട എന്നാണോ പറഞ്ഞേ? പിന്നെന്താ പറഞ്ഞേ? നിനക്ക് എന്നീ വിശ്വാസമുണ്ടോ? പോരാൻ പറഞ്ഞു. ഹല്ലേലൂയ. നിനക്ക് വിശ്വാസമുണ്ടോ? പോരാൻ പറഞ്ഞു. പേതുരു നേരെ പടകിൽ നിന്ന് വെള്ളത്തിലോട്ട് ചവിട്ടി ഉടനെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. Am I correct? Yes or no? ജസ്റ്റ് മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? വെള്ളത്തിൽ മുങ്ങിപ്പോയി. Am I correct? അതോടുകൂടെ പത്രോസിൻ്റെ അടക്കാരാധന നടത്തുമായിരുന്നോ? നമ്മളെന്താ പറയുന്നത്? ഓ, നോട്ടം വിട്ടുപോയി, അതുകൊണ്ട് മുങ്ങി. മുങ്ങിയ പത്രോസിനെ അല്ല പറയണ്ടേ, ഒരു സ്റ്റെപ്പെങ്കിലും നടന്നെങ്കിൽ. യെസ് ഓർ നോ? നമ്മുടെ മൈൻഡ് അങ്ങനെ ബിൽഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മിനിസ്ട്രിയിൽ ലിഫ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. സ്തോത്ര. ഞാൻ പറയുന്നു, യേശു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ നടന്ന ഒരു ശിഷ്യനുണ്ടെങ്കിൽ അത് പത്രോസാണ്. അതുകൊണ്ട് മുങ്ങിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം വിളിച്ചേ. മുങ്ങി, സത്യമാണ് മുങ്ങി, പക്ഷേ അവൻ നിന്നു. ഓക്കെ, മുങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? യേശു കർത്താവ് അവനെ വെള്ളത്തിന്റെ മുകളിലേക്ക് പിടിച്ചു പോക്കി. എന്നിട്ട് 2 പേരും വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുക. യെസ് ഓർ നോ? 2 പേരും വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുക. നിങ്ങൾ നോക്കിയേ, ദയവ് ചെയ്ത് 1 സെക്കൻഡ് കൊണ്ട് മുങ്ങിയ കാര്യം പറയുക, 10 മിനിറ്റ് കൊണ്ട് നിന്ന കാര്യം പറ. അങ്ങനെ ഒരു അഭിഷേകത്തെ റിസീവ് ചെയ്യണം. ഞാൻ ഈ സഭയെ ബ്ലെസ് ചെയ്യുന്നു, ഇവിടെ വന്ന ദൈവമക്കളെ ബ്ലെസ് ചെയ്യുന്നു. പലരും മുങ്ങുമ്പം നീ നിൽക്കും. പലരും വീഴുമ്പോൾ നീ വാഴും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈ ഉയർത്തി അനുഗ്രഹിക്കുക, ആശീർവദിക്കുകയാ. മുങ്ങിയത് മുങ്ങി പോട്ടെ സഹോദര, പക്ഷേ നിൽക്കാനുള്ള ചിലതിനെ ദൈവം അഭിഷേകം ചെയ്യുകയാ. ആമേൻ. വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുന്ന പത്രോസ് ശ്രദ്ധിക്കുക. ആമേൻ. താന് നിഴല് തട്ടി രോഗി സൗഖ്യമാകുന്ന നിലയിൽ അഭിഷേകം ക്യാരി ചെയ്തെങ്കിൽ നിന്റെ പകർച്ച നടക്കാൻ പോകുകയാ. കൃപാസനം മിനിസ്ട്രിയിൽ മിനിസ്ട്രി ചെയ്യുന്ന ഊഴിയക്കാർ അതേപോലെ അത്ഭുത അടയാള മിനിസ്ട്രി പരിശുദ്ധാത്മാവ് ചെയ്യിപ്പിക്കാൻ പോകുകയാ. കമാൻ, കരങ്ങളെ അടിച്ച് റിസീവ് ചെയ്യുക, കരങ്ങളെ അടിച്ച് റിസീവ് ചെയ്യുക. റീബാലഗബഗ ശംദലയബ.
ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുകയാണ്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ഇതിൻ്റെ അകത്തിരിക്കുന്ന പലരെയും ദൈവത്തിന് മൈറ്റിയായി യൂസ് ചെയ്യാനുണ്ട്. ദൈവം ചിലരെ യൂസ് ചെയ്യും. അത് പലരും പറഞ്ഞു വെച്ചതുപോലെയല്ല. ദൈവത്തിൻ്റെ കോളിങ്ങിനനുസരിച്ച് നിങ്ങളെ യൂസ് ചെയ്യാൻ പോകുകയാ. നിങ്ങളുടെ കോളിംഗ് വ്യത്യസ്തമാണ്. നിങ്ങളെ അഭിഷേകം ചെയ്തവൻ അധികാരമുള്ളവനാണ്. അവൻ നിങ്ങളെ മൈറ്റിയായി യൂസ് ചെയ്യുന്നു എങ്കിൽ അതിന് ആമേൻ പറയാൻ ധൈര്യമുള്ളവർ കമാ റഠകബ കടേശി കാല എളുപ്പത്തിനായി ഒരു ജനറേഷനെ ദൈവം ലിഫ്റ്റ് ചെയ്യട്ടെ. Hallelujah. Book of Romans chapter 1 verse 11. മലയാള ബൈബിളിൽ 11 ആണ്. തമിഴിൽ എത്രയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ സ്ഥിരീകരണത്തിന് ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടത് 11 and 12 പ്ലീസ്. റോമലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഒന്നുകൂടെ ആ വചനം വായി. കറക്റ്റ് അല്ലേ? 11 അല്ലേ? 11 അല്ലേ? 10. ഓക്കെ, ഐ എം സോറി. 10-ാം വാക്യം. മലയാളത്തിൽ 11 അതുകൊണ്ടാണ്. ഐ എം സോറി. 10-ാം വാക്യം 1:10. ഓക്കെ. ആ ആ ആ ആ നിങ്ങളെ കാണാൻ ഞാൻ വാഞ്ചിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുക നിങ്ങളെ കാണാൻ. എന്തിനാ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നേ? ആ ആ ഓക്കെ. 10-ാമത് വചനം. ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ആ ആ ആവിക്കുரிய ചില വരങ്ങളെ, ആഹാ, ആത്മാവിൻ്റെ വരങ്ങളെ നിങ്ങൾക്ക് നൽകേണ്ടതിന് ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ്. എന്നെ വചനം അത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യണം. 10 and 11 ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 1. റോമലേഖനം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. തമിഴിൽ 10-11, മലയാളത്തിൽ 11-12. ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ്. എന്തിനാ വരുന്നത്? ആവിക്കുரிய ചില വരങ്ങളെ ഉങ്ങൾക്ക് കൊടുക്കപ്പെടുവാൻ, നിങ്ങൾക്ക് ഞാൻ തരാൻ വേണ്ടി വരുക. എന്നെ ലീഡറാണ് പോൾ എന്ന ലീഡർ പറയാൻ ഞാൻ ചർച്ചിൽ വരാൻ പോവാണ്. എന്തിനാണെന്നറിയോ? ആവിക്കുரிய ചില വരങ്ങളെ നിങ്ങൾക്ക് തരാൻ. ഓ ഹല്ലേലൂയ. എന്നെ ലീഡർഷിപ്പ്, എന്നെ അപ്പോസ്തോലിക അനോയിന്റിങ്, തനിക്ക് 100% ഉറപ്പാണ്. ഞാൻ വന്ന ആവിക്കുரிய വരം നിങ്ങൾക്ക് കിട്ടും. ആണെങ്കിലും ആളിങ്ങനെ അടിമുടി വിറയ്ക്കും. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സ് അങ്ങനെയാണ്. വന്നു കഴിഞ്ഞാൽ ഭയമാണ്, എല്ലാവർക്കും ഭയമാണ്. എന്നാ ന്യൂ ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സ് സഭ വരുന്നെന്ന് കണ്ടാൽ സഭ സന്തോഷിക്കും, സഭ ആനന്ദിക്കും. എന്നാ കാര്യം? വരങ്ങൾ പകത്തു കൊടുക്കുകയാണ്. വരങ്ങൾ പകത്തു കൊടുക്കുക, ദൈവ ശബ്ദം കൈമാറുകയാണ്. പറഞ്ഞേ ആമേ. ഓ ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്ത് പുതിയ നിയമ പ്രവാചകന്മാർ എഴുന്നേക്കട്ടെ. ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ് ഒരു സഭയ്ക്കകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്തൊരു ആനന്ദം വെളിപ്പെടുകയാണ്. പൗലോസ് പറയുക, ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയാ. നിങ്ങൾക്ക് ആവിക്കുரிய ചില വരങ്ങളെ കൊടുക്കപ്പെടേണ്ടതിന് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ പോകുകയാ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, സൗത്ത് ഇന്ത്യയിൽ അതേമാതിരിയുള്ള അപ്പോസ്തലറുകൾ എഴുന്നേക്കട്ടെ. വന്നു കഴിഞ്ഞ ആവിക്കുரிய വരം റിലീസ് ചെയ്യത്തക്കവണ്ണമുള്ള അഭിഷിക്തന്മാർ, ലീഡേഴ്സ്, അപ്പോസ്റ്റൽസ്, പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. നമുക്ക് ഞങ്ങളുടെ കേരളത്തിലൊക്കെ ആദ്യ സമയങ്ങളിൽ കർത്താവിൻ്റെ വേല 100 വർഷം കഴിഞ്ഞല്ലോ. പെന്തക്കോസ്തിൻ്റെ ശക്തി കേരളത്തിലും വെളിപ്പെടാൻ തുടങ്ങിയിട്ട് അന്നുണ്ടായിരുന്ന പ്രായമുള്ള അപ്പച്ചന്മാർ അവരുടെ കർച്ചീഫ് കൊടുത്ത് വിട്ടിട്ട് സൗഖ്യമാക്കുമായിരുന്നു. ആമേൻ.
ഞങ്ങളുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ലീഡറായിരിക്കുന്ന പാസ്റ്റർ കെ എബ്രഹാം സാറ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, താൻ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ആമ വീട്ടിൽ ഒരാൾ രോഗിയായി കിടക്കുന്നു, മരിക്കാൻ പോവുക, സാറ് വരണം, പ്രാർത്ഥിക്കണം. താൻ പറഞ്ഞു, എനിക്ക് ടൈമില്ല, എൻ്റെ റൂമാൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു, എൻ്റെ കർച്ചീഫ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കൊണ്ടുപോയി കൊടുത്തു, ഇട്ടു, ആള് സൗഖ്യമായി. കമോൺ, ഹല്ലേലൂയ. ആ അഭിഷേകം ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ആ അധികാരം ഇന്നും കുറഞ്ഞിട്ടില്ലെന്ന് എത്ര പേർ വിശ്വസിക്കും? അതുപോലെ ദൈവം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചിലർ നമ്മുടെ നടുവിലുണ്ട്. അതാണ് അപ്പോസ്തല നടപടികൾ 19-ാം അധ്യായം 10-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ കർച്ചീഫ്, തൻ്റെ റൂമാല് കൊണ്ടിട്ട് ദുരാത്മാക്കൾ വിട്ടുപോകുമായിരുന്നു. ബൈബിൾ പറയുന്നു ദുരാത്മാക്കൾ വിട്ടുപോകുമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് ആവർത്തിക്കുന്നറിയാമോ? ഈ സഭയ്ക്കകത്തൊരു എളുപ്പുതൽ വരാൻ പോകുകയാ, ഒരു എളുപ്പുതൽ വരാൻ പോകുക. ഈ ചർച്ചിൻ്റെ അകത്തൊരു റിവൈവൽ വന്നാൽ അതിനെ തടയരുത്, അതിനെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണെന്ന് പറയുന്നവർ എന്നോട് ചേർന്ന് ആ കരം അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു എളുപ്പതലിൻ കാലമാണ്. ഹല്ലേലൂയ. എൻ്റെ ഒരു ബൈബിൾ സ്കൂളിൽ ഒരു സാറുണ്ട്, എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ. ആ അപ്പച്ചൻ ഇപ്പോൾ 90 വയസ്സാകുന്നു. 90 വയസ്സാകും ആ അപ്പച്ചന്. എത്ര വർഷം മിനിസ്ട്രിയിൽ നിന്നൊരു അപ്പച്ചനെന്നറിയോ? അപ്പോൾ അപ്പച്ചൻ്റെ സെൻട്രൽ കൺവെൻഷനിൽ എല്ലാ വർഷവും എന്നെ വിളിക്കും. ഞാൻ സ്റ്റുഡൻ്റാണ്, അപ്പച്ചൻ്റെ സ്റ്റുഡൻ്റ്. അപ്പോൾ ഞാൻ നേരത്തെ ചെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യും അപ്പച്ചൻ വരാൻ, കാരണം എൻ്റെ ടീച്ചറാണ് അപ്പച്ചൻ. സ്തോത്രം. ഒന്നിലധികം പുസ്തകങ്ങളൊക്കെ അപ്പച്ചൻ എഴുതിയിട്ടുണ്ട്. ഭയങ്കര ഹീലിംഗ് മിനിസ്ട്രിയാണ് അപ്പച്ചന്. ടാബ്ലറ്റ് എടുക്കത്തില്ല അപ്പച്ചൻ, മരുന്നെടുക്കാതെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നൊരു അപ്പച്ചൻ. ഭയങ്കര അഭിഷേകമാണ്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ കൺവെൻഷനും വിളിക്കും, ഞാൻ പോവും. അപ്പച്ചൻ നടന്ന് വരുമ്പോൾ ഞാൻ തന്നെ ഇറങ്ങിച്ചെന്ന്, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് കൈ പിടിച്ച് കയറ്റി ഞാൻ, കാരണം ഞാൻ സ്റ്റുഡൻ്റാണ് അപ്പച്ചൻ്റെ മുമ്പിൽ, ഇപ്പോഴും ഞാൻ സ്റ്റുഡൻ്റാണ്. ഹല്ലേലൂയ. എന്നിട്ട് കൊണ്ടുവന്ന് അപ്പച്ചൻ്റെ അടുത്ത് തന്നെ ഇരുത്തും. എന്നിട്ട് പ്രസംഗിക്കുന്നതിന് മുമ്പ്, ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ തോളിലിങ്ങനെ കൈയിടും. കൈയിട്ടിട്ട് പറയും, അഭിഷേകത്തിൻ്റെ മിനിസ്ട്രി ചെയ്യണം. ഇങ്ങനെ തോള് കൈയിട്ടാ പറയണേ, എന്നെ അപ്പച്ചനാണെന്ന് ഓർത്ത്. അഭിഷേകത്തിൻ്റെ മിനിസ്ട്രി ചെയ്യണം. അടുത്തത്, രോഗികളെ സൗഖ്യമാക്കിക്കോണം. അതങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലെന്താ ആനന്ദമാണെന്നറിയോ? എന്നിട്ട് ഞാൻ, അപ്പച്ചൻ എൻ്റെ ലീഡറല്ലേ, എൻ്റെ ടീച്ചറല്ലേ, എന്നെ പഠിപ്പിച്ചത് ഇത്രയും പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് വളരെ ശാന്തമായിട്ട് നിന്നാണ് പ്രസംഗിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നും പ്രസംഗിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്ക് ഇതുവരെ ആയിട്ടില്ല. കാര്യം അവർ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ഹല്ലേലൂയ. അപ്പച്ചൻ്റെ ശരീരമൊക്കെ ഞാൻ ഒത്തിരി മണിക്കൂറുകൾ തിരുമ്മി കൊടുക്കാറുണ്ട്. കൈ കാലും ഒക്കെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒത്തിരി പ്രായം ചെന്ന സമയമായിരുന്നത് കൊണ്ട് ഒത്തിരി ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി കൈയും കാലും ഒക്കെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു. കാര്യം അതൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ദൈവം എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് മെസ്സേജ് അങ്ങോട്ട് തുടങ്ങി, ദൈവശക്തി ഇറങ്ങി, ജനം ആരാധിക്കുമ്പോൾ അപ്പച്ചൻ ചാടി അങ്ങ് എഴുന്നേക്കും. എഴുന്നേറ്റ് നിങ്ങൾ ആരാധിക്കുക. ഇത്രയും പ്രായമുണ്ടേ. അവസാനം ഞാൻ മെസ്സേജ് കഴിഞ്ഞ് ജനത്തെ എഴുന്നേൽപ്പിച്ച് ഓൾട്ടർ കോൾ ചെയ്യും, ഫ്രണ്ടിലോട്ട് വരാൻ പറയും. ജനമെല്ലാം ഫ്രണ്ടിലോട്ട്. ഞങ്ങൾ കേരളത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ, തമിഴ്നാട്ടിലെ കാര്യമല്ല, കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. അവിടെ എല്ലാ മീറ്റിങ്ങും ഓൾട്ടർ കോളുണ്ട്. ഏത് ചർച്ചിലും മീറ്റിങ്ങിലും ഓൾട്ടർ കോളുണ്ട്. ഫ്രണ്ടിലോട്ട് വിളിക്കും. ജനമെല്ലാം വന്ന് നിൽക്കുമ്പോൾ മെല്ലെ അപ്പച്ചനെ ഞാൻ കൈക്ക് പിടിച്ച് ഇങ്ങനെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് എൻ്റെ മൈക്ക് ഞാൻ കൈമാറും. ആ മൈക്ക് എടുത്തുകൊണ്ട് പിന്നെ അന്യഭാഷ അങ്ങോട്ട് തുടങ്ങിയ ആ ഗ്രൗണ്ടിൽ ദൈവശക്തി ഇറങ്ങും. എന്നോട് പറയും, നീ ഇറങ്ങിച്ചെന്ന് കൈവച്ച് പ്രാർത്ഥിക്ക്, ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കാം. എൻ്റെ ലീഡറെ, എൻ്റെ ടീച്ചർ, അങ്ങനെയുള്ള ലീഡേഴ്സിനായി സ്തോത്രം. അടുത്ത ജനറേഷനെ ലിഫ്റ്റ് ചെയ്യുന്ന ലാഡറാണ് ഒറിജിനൽ ലീഡർ.
ഞാൻ എൻ്റെ ചർച്ചിൽ പറയും, ലീഡർ ഈസ് ഈക്വൽ ടു ലാഡർ. ലാഡർ മീൻസ് ഏണി, ഗോവണി. ഒരാൾക്ക് ചവിട്ടി ഉയരങ്ങളിൽ കയറാനുള്ള അടുത്ത ലീഡർഷിപ്പിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എന്നോട് ചേർന്ന് എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ കഴിയുക? ഈ തലമുറയിൽ നിങ്ങൾക്ക് ദൈവത്താൽ യൂസ് ചെയ്യപ്പെടാൻ ദൈവം തന്നിരിക്കുന്ന ബ്ലസ്സഡ് ചർച്ചാണ് കൃപാസനം ചർച്ച്. ഈ ചർച്ചിൻ്റെ അകത്ത് നിങ്ങളുടെ മിനിസ്ട്രി ഓപ്പൺ ആവുകയാ. ഈ ചർച്ചിൻ്റെ അകത്ത് നിങ്ങളുടെ മേലുള്ള അഭിഷേകം തുറക്കപ്പെടുകയാ. ഈ ചർച്ചിൻ്റെ അകത്ത് നിങ്ങളുടെ മേലുള്ള വരങ്ങൾ ഓപ്പൺ ചെയ്യുകയാ. നിങ്ങൾ വരം തുറന്നാൽ നിങ്ങളുടെ വഴി തുറക്കപ്പെടും. ഹല്ലേലൂയ. ഈ ഓൾഡ് ടെസ്റ്റമെന്റിലെ ജോസഫ്, ബുക്ക് ഓഫ് ജെനസിസിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിനൊരു വരം ഉണ്ടായിരുന്നു. എന്ത് വരം എന്നറിയാമോ? സ്വപ്നം കാണുക, സ്വപ്നം വ്യാഖ്യാനിക്കുക. സ്വപ്നം കാണുന്ന വരമായിരുന്നു ആദ്യം കിട്ടിയത്. താൻ തന്നെ സ്വപ്നം കണ്ടു. വയലിലെ സ്വപ്നം, വാനത്തിലെ സ്വപ്നം. അവസാനം തൻ്റെ 10-17 വയസ്സൊക്കെ ആയപ്പോൾ താൻ നേരെ കാരാഗൃഹത്തിലേക്ക് പോയി. പിന്നെ അദ്ദേഹത്തെ കാണുന്നത് ഏതാണ്ട് 30 വയസ്സ് പ്രായമുള്ള സമയത്താണ്. കാരാഗൃഹത്തിൻ്റെ അകത്ത് വർഷങ്ങൾ കിടന്നതിന് ശേഷം കൂടെ കാരാഗൃഹത്തിൽ കിടക്കുന്ന പുള്ളി കണ്ട സ്വപ്നം താനങ്ങ് വ്യാഖ്യാനിച്ചു കൊടുത്തു. വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അത് അതുപോലെ അങ്ങ് നിറവേറി. എന്നിട്ട് ആള് പാലസിലെത്തിയപ്പോൾ പറഞ്ഞു, ഇതുപോലെ ഒരാൾ വ്യാഖ്യാനിച്ച ഞാനിവിടെ വന്നേ, അങ്ങനെ ഒരാൾ അവിടെ കിടപ്പുണ്ട്. നിങ്ങളെന്നോർത്തേ, ഇത്രയും വർഷം കാരാഗൃഹത്തിലെ വേദന അനുഭവിച്ചിട്ട് വരം അടച്ചു വെച്ചില്ല, വരം തുറന്നു. ഓ ഹല്ലേലൂയ. വരം തുറന്നപ്പോൾ ആള് പാലസിലെത്തി. നിങ്ങളുടെ വിടുതൽ ഇന്ന് നടക്കണം. നിങ്ങളുടെ വഴി ഇന്ന് തുറക്കണം. എത്ര പേർ പ്രാർത്ഥിക്കും, എനിക്കിന്നൊരു വഴി തുറന്നേ പറ്റൂ? വഴി തുറക്കണമെങ്കിൽ നീ വായ് തുറന്ന് നിൻ്റെ വരം തുറക്കണം. നിൻ്റെ വരം ഓപ്പൺ ചെയ്യാമെങ്കിൽ നിൻ്റെ വഴി തുറക്കുകയാ. വർഷങ്ങളായി ഒരു ഗതി പിടിക്കാതെ അലയുന്ന ചില ജന്മങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ തൊടാൻ ആഗ്രഹിക്കുകയാ. എൻ്റെ സമയം തീർന്നു വരികയാ. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ അല്പസമയം പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കാൻ പോകുകയാ. നിങ്ങൾക്കൊരു അത്ഭുതത്തിൻ്റെ റൂട്ടുണ്ട്. വർഷങ്ങൾ ഞെരുങ്ങിയും ജീവിച്ചു പോകാനുള്ളവരല്ല ഞാനും നിങ്ങളും. ഇതിൻ്റെ അകത്തൊരു വരം തുറന്ന് ഒരു വഴി ഓപ്പണായി കിട്ടാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അല്പസമയം ആ കണ്ണുകളൊന്ന് അടച്ച് ഇനിയുള്ള സമയം നാം പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കാൻ പോകുകയാണ്. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ 10 നിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥനയിൽ ഇതിൻ്റെ അകത്ത് ആരുടെ മേലെല്ലാം വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം വരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച സമയം വരങ്ങളോടുകൂടി ആയിരിക്കാം നിങ്ങൾ പ്രാപിച്ച്. ദർശനങ്ങളോടുകൂടെ, വെളിപ്പാടുകളോടുകൂടെ, പ്രവചനത്തോടുകൂടെ, രോഗശാന്തി ശുശ്രൂഷയോടുകൂടെ, ഭൂതങ്ങളെ പുറത്താക്കുന്ന മിനിസ്ട്രിയോടുകൂടെ ഒക്കെ ആയിരിക്കാം നിങ്ങൾ അഭിഷേകം പ്രാപിച്ചത്. എന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഇടയ്ക്ക് എവിടെയോ വെച്ച് ആ അഭിഷേകത്തിൻ്റെ റൂട്ട് കുറഞ്ഞു കാണാം. ഇല്ലെങ്കിൽ ആ വരം യൂസ് ചെയ്യാൻ പറ്റിക്കാണുക. നിങ്ങൾക്ക് വിഷമമുണ്ട്, വേദനയുണ്ട്. പക്ഷേ കർത്താവ് നിങ്ങൾക്ക് വാക്ക് തരികയാ, ഈ കൺവെൻഷന്റെ 3-ാം ദിവസം പകൽ നിങ്ങളെ അങ്ങനെ അങ്ങ് വീട്ടിലേക്ക് വിടുന്നില്ല. ഒന്നുകൂടെ നിങ്ങളെ തൊടാൻ അവൻ ആഗ്രഹിക്കുകയാ. ഒന്നുകൂടെ അവൻ തൊടാൻ ആഗ്രഹിക്കുകയാ. ഒരിക്കൽ കൂടി അവൻ സ്പർശിക്കാൻ ആഗ്രഹിക്കുകയാ. ആ വരം നിങ്ങളിൽ നിന്ന് പോയിട്ടില്ല. ആ വരത്തിൽ നിന്ന് നിങ്ങളാണ് പോയത്. പക്ഷേ ഇന്ന് രാവിലെ നിങ്ങൾ തിരിച്ചു വരാൻ തയ്യാറാണോ? ഹോളി സ്പിരിറ്റ് നിങ്ങളെ തൊടാൻ പോകുകയാ. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മുട്ടിന്മേൽ നിന്ന് ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മുഴങ്കാൽ മടക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യെസ് ഹോളി സ്പിരിറ്റ്, ഞങ്ങൾ ഒരുമിച്ച് മുട്ടുമടക്കുകയാണ്. ഒരുമിച്ച് മുട്ടുമടക്കുന്നു. എവരി നീ ഷാൽ ബൗ, എവരി ടങ് കൺഫസ്. അതെ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും. അതേ കർത്താവേ, ഞങ്ങൾ മുട്ടുമടക്കി ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മിനിസ്ട്രി ഏൽപ്പിച്ച സമയത്ത് ഏതെല്ലാം വരങ്ങൾ ശക്തമായി യൂസ് ചെയ്യപ്പെട്ടോ അതേമാതിരി അതേപോലെ കർത്താവേ ഒരിക്കൽ കൂടി ഞങ്ങളുടെ മേലുള്ള ദേവവരം അണൽ മൂട്ടി വെളിപ്പെടട്ടും, അണൽ മൂട്ടി വെളിപ്പെടട്ടും. ദേവവരം മനുഷ്യൻ്റെ വരമല്ല, ദേവവരം. ഇത് ദൈവത്തിൻ്റെയാ വരം, ദൈവത്തിൻ്റെയാ ദേവവരം. അണൽ മൂട്ടി വെളിപ്പെടട്ടെ, അണൽ മൂട്ടി വെളിപ്പെടട്ടെ. വായ തുറന്ന് പ്രാർത്ഥിക്കുക, വായ തുറന്ന് പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. വായ തുറന്ന് പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്.